ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ. ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, സത്യസുവിശേഷത്തിൻ്റെ സത്യവചനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും പുതിയ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അതിനാധാരമായിട്ട് റോമർക്കെതിരെ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ദൈവിക സ്നേഹത്തിൻ്റെ പരിപൂർണത ക്രിസ്തുവിൽ വെളിപ്പെടുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇവിടെ ഇതാ വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ റോമാസഭയ്ക്ക് ദൂത് കൈമാറ്റം ചെയ്യുകയാണ്. 13-ാം അധ്യായത്തിന്റെ തുടക്കവാക്യം ഇങ്ങനെ പറയുന്നു: ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു, മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല, ദുഷ്പ്രവൃത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥന് ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ, നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് വരുമ്പോൾ വളരെ വ്യക്തമായിട്ടും അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നിനും കടംപെട്ടിരിക്കരുത്. ആമേൻ. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നീ വചനത്താൽ സംശയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ടും പറയുന്നു: സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കാത്ത ദൈവത്തിൻ്റെ പരിപൂർണമായ ദൈവസ്നേഹത്തെ പൗലോസ് ഇവിടെ ഇതാ റോമാസഭയ്ക്ക് വിളിച്ചു കാണിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെല്ലാം യഹൂദന്മാർ പ്രാപിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ന്യായപ്രമാണത്തിന്റെ വള്ളിയോ പുള്ളിയോ തെറ്റാതെ ദൈവമുഖം അന്വേഷിച്ചു കൊണ്ട് പോകുന്നവരാണ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല? അവർ തൊട്ടടുത്ത് നിൽക്കുന്ന കൂട്ടുകാരനെ സ്നേഹിക്കുന്നില്ല. അവരെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ആമേൻ, കൂട്ടുകാരനെ സ്നേഹിക്കുന്നില്ല. ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു: കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അതൊരു കൽപ്പനയാണ്, മറ്റേത് കൽപ്പനയെക്കാളും വലിയ കൽപ്പനയാണ്. അതാണ് യേശുക്രിസ്തു മാതൃകയായി 3.5 വർഷത്തെ ശുശ്രൂഷയിലും 30 വർഷത്തെ ജീവിതത്തിലും വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആമേൻ, നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. ആമേൻ. ചിലർക്ക് ചിലപ്പോൾ 1-2 രാജ്യങ്ങൾ സന്ദർശിച്ച് സുവിശേഷം അറിയിക്കാനുള്ള ഭാഗ്യം കിട്ടിക്കാണും. ചിലർക്ക് ചില ദേശങ്ങൾ ചേർന്ന് ആമേൻ ദൈവത്തിന്റെ വചനം പറയാനുള്ള അവസരം കിട്ടിക്കാണും. നമുക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും പരാതിപ്പെടരുത്. കാരണം വിളിച്ച ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തത്തിന്റെ പരിപൂർണത എത്തുമ്പോൾ നമ്മൾ എവിടെ കിടന്നാലും, ഇനി പത്മോസിൽ കിടന്നാലും, കാരാഗ്രഹത്തിൽ സിംഹങ്ങളുടെ ഇടയിൽ കിടന്നാലും, പൊട്ടക്കിണറ്റിൽ കിടന്നാലും, തീച്ചൂളക്കകത്ത് കിടന്നാലും ദൈവം നമ്മെ വിളിച്ചുയർത്തും. അതാ നമ്മളെ വെളിപ്പെടുത്തുന്നത്. തിസ്പ്യയിൽ നിന്നും തിസ്പ്യനായ ഒരു ഏലിയാവിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവന്റെ അപ്പൻ ആരെന്നോ, അമ്മ ആരെന്നോ, സഹോദരങ്ങൾ ആരെന്നോ, അവന്റെ കുടുംബ ചരിത്രം ഒന്നും അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ ചെയ്യണമെന്ന് ദൈവത്തിന് ഇഷ്ടം തോന്നിയപ്പോൾ അവനെ വിളിച്ചിറക്കി ആഹാബിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അവൻ ന്യായവിധി നടത്തുവാൻ ദൈവം അവനെ എന്ത് ചെയ്തു? ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തിയെ ചെയ്യുവാൻ ദൈവം അവനെ തെരഞ്ഞെടുത്തു. സ്തോത്രം. ഇന്ന് പകൽക്കാലം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു സ്നേഹവാചകമായ ജീവിതം എന്നിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ ഇതാ വ്യക്തമായി പറയുന്നു: സ്നേഹം കൂട്ടുകാരന് ദോഷം ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവർത്തീകരണമാണ്. ഇത് ക്രൂശിൽ വെച്ച് ആമേൻ ദൈവം അവന്റെ ഏകജാതനായ പുത്രനിലൂടെ വെളിപ്പെടുത്തി. അതുകൊണ്ട് യേശു കർത്താവ് അവസാനമായി പറഞ്ഞത്: ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ട് പറഞ്ഞെന്നറിയാമോ? ഈ സ്നേഹം അവനിലുള്ളത് കൊണ്ടാണ്. യേശു ആദ്യം തന്നെ സ്നേഹിച്ചു, തന്റെ പിതാവിനെ സ്നേഹിച്ചു, പിന്നെ തന്റെ സൊസൈറ്റിയെ സ്നേഹിച്ചു, മറ്റെല്ലാവരെയും സ്നേഹിച്ചു. എന്തിനേറെ പറയുന്നു, 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇസ്കരിയോത്ത് യൂദായെ യേശു കൊണ്ടു നടന്നു, അധികം സ്നേഹിച്ചു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നവരായി നമ്മൾ ഒരിക്കലും മാറരുത്. മറ്റുള്ളവർക്ക് പറ്റുമെങ്കിൽ നന്മ ചെയ്ത് ദൈവത്തിന്റെ പുകഴ്ച പ്രാപിക്കുന്ന ഒരു ദൈവിക പരിപൂർണത ഇന്ന് പകൽക്കാലം പ്രാപിച്ചെടുക്കുവാൻ ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you.